എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഓണമൊക്കെ അടുക്കാറായിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. പക്ഷേ ഓണത്തിൻ്റെ കുറേ റെസിപ്പീസിന് എനിക്ക് റിക്വസ്റ്റ് വരുന്നുള്ള കാരണം എനിക്ക് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ ഓണസദ്യ തയ്യാറാക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു വിഭവമാണ് അച്ചാർ അല്ലേ. അപ്പോൾ അതും പ്രത്യേകിച്ചും നാരങ്ങ അച്ചാർ, നമ്മുടെ വടുകപ്പുളി വെച്ചിട്ടുള്ള അച്ചാർ. അതായത് നമ്മൾ കറിനാരങ്ങ എന്ന് ചിലർ പറയും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സദ്യ സ്റ്റൈൽ എങ്ങനെയാണ് കറിനാരങ്ങ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ള ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കറിനാരങ്ങ അച്ചാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമ്മൾ സാധാരണ സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് സാധാരണ രീതിയിൽ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ ഉച്ചയ്ക്ക് സദ്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയാണ് നമ്മളെ സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെക്കാറ്. നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും അച്ചാർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രാത്രി ഇതേപോലെ നാരങ്ങ മാങ്ങയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു എന്താ പറയുക, ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ് ഇപ്പോൾ എനിക്ക് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കറിനാരങ്ങയുടെ തന്നെ വെള്ളച്ചാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരത് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് അച്ചാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളയണം. തൊലി കളയുമ്പോൾ ആ വൈറ്റ് പാർട്ട് കളയണ്ട, ഈ മഞ്ഞ കളർ മാത്രം കളഞ്ഞാൽ മതി. ഈ വൈറ്റ് പാർട്ട് വെക്കണം കേട്ടോ. വൈറ്റ് പാർട്ടിന് അധികം കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന സംഭവം. വൈറ്റ് പാർട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറിനാരങ്ങയുടെ നല്ലൊരു ഫ്ലേവർ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഇതുപോലെ അങ്ങ് തൊലി കളയാം. എന്നിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ദിവസമൊന്നും പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വേറെ ഈ വഴറ്റിയിട്ടൊന്നും ചേർക്കുന്നതല്ല ഇത്. പെട്ടെന്ന് എല്ലാം കൂടി അങ്ങ് കൂട്ടി പുരട്ടി വെക്കുന്ന അച്ചാറായതുകൊണ്ട് പുറത്ത് അധികം ദിവസം വെച്ച് കഴിഞ്ഞാൽ കേടായി പോകും. 1-2 ദിവസം മാത്രമേ പുറത്തിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ നമ്മളൊക്കെ സാധാരണ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അച്ചാർ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളമൊക്കെ കേടാണ്ടിരിക്കും കേട്ടോ. പുറത്ത് വെച്ചാലാണ് ഇത് കേടാവെന്ന് പറഞ്ഞത്. കാരണം അധികം എണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതായത് എണ്ണ തെളിഞ്ഞ് നിന്നാലല്ലേ അച്ചാറുകൾ കേടാവാതിരിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സദ്യക്ക് ഇപ്പോൾ ഓണസദ്യ അടുത്ത് വരാറായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. ഇതുപോലെ തന്നെ മാങ്ങയുടെ അച്ചാർ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 അച്ചാറും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചെടുക്കാം. കുരു കളയണം, കുരു വയ്ക്കാൻ പാടില്ല. അപ്പോൾ മുറിക്കുമ്പോൾ ഈ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കുരു റിമൂവ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിക്കുക. ഈ ഒരു അളവിലങ്ങ് മുറിച്ച് വെച്ചാൽ മതി. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ വടുകപ്പുളി നാരങ്ങ മഞ്ഞ കളറിലും കാണാൻ പറ്റും, പച്ച കളറിൽ കാണാൻ പറ്റും. നല്ലതായിട്ട് വിളഞ്ഞ നാരങ്ങയാണ് മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. പച്ച കളർ നാരങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് പുളി കൂടുതലായിരിക്കുന്നതെന്ന് മാത്രം സാരമില്ല. അപ്പോൾ ഈ ഓണ സീസണിൽ എല്ലാ പച്ചക്കറി കടയിലും, ഈവൻ ദുബായിലാണെങ്കിലും കറിനാരങ്ങ അവൈലബിൾ ആണ്. നമ്മളിതിന് വടുകപ്പുളി നാരങ്ങ എന്നാണ് പറയുക. ചിലവർ ഇതിനെ കറിനാരങ്ങ എന്ന് പറയും. അപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഓണ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും കിട്ടും. അതുപോലെ തന്നെയാണ് ഓണം സീസണിൽ തന്നെയാണ് വെള്ളമുളകും കിട്ടുക. വെള്ളമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് വെള്ളമുളകിന്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ജിമ്പുളി ഉണ്ടാക്കാൻ വെള്ളമുളകാണ് തൃശ്ശൂർക്കാർ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ വെള്ളമുളക് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചമുളക് തന്നെ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതേപോലെ തന്നെ കാന്താരി മുളക് ഇതിന് നല്ലതാണ്. അപ്പോൾ കാന്താരി മുളക് ആണെങ്കിൽ ഒരു 3-4 കാന്താരി മുളകും ഒരു 3-4 വെള്ളമുളക് ഇടുകയാണെങ്കിൽ അസലാവും. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് അങ്ങ് അരിഞ്ഞിടാം. ഞാൻ മൊത്തത്തിൽ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് അവസാനം പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഇടണ്ട. പിന്നെ ഓരോ നാരങ്ങയുടെ പുളി അനുസരിച്ചും ഇതിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവൊക്കെ വ്യത്യാസപ്പെടും. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണ പച്ചമുളക് അരിയാം, അതല്ലാന്നുണ്ടെങ്കിൽ കാന്താരി മുളക് അല്ലെങ്കിൽ വെള്ളമുളക്. ഞാനിപ്പോൾ 2 പച്ചമുളകും 2 വെള്ളമുളകുമാണ് അരിഞ്ഞിടാൻ പോകുന്നത്.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് വെള്ളമുളക് ഇല്ലയെന്ന് വെച്ചിട്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മുളകാണോ ആ മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. കാന്താരി മുളക് ആണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് കാന്താരി മുളക് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി വെള്ളമുളകും. ഓക്കെ, അപ്പോൾ മുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലോട്ട്. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില എന്ന് പറയുന്നത് വളരെ നൈസാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കണം. ഒരുമിച്ച് വലിയ ഇലകളാക്കി ഇടാൻ പാടില്ല. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് നമ്മുടെ അച്ചാറിലോട്ട് ഇറങ്ങുള്ളൂ. പച്ചമുളകിൻ്റെയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടപ്പോൾ തന്നെ ഒരു നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവ് ഡിപ്പെൻസ്, നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. നല്ല മുളക് പൊടിയാണ്, അത് എരിവുള്ള മുളക് പൊടിയാണ്, പിരിയ മുളക് പൊടിയല്ല. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വിനീഗർ ഒഴിക്കുന്നത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ചിലവർക്ക് വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാത്തവർ വിനീഗർ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാൻ പോവുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉലുവയുടെ പൊടിയാണ്. ഉലുവ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ്. അതൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ. ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ച വെളിച്ചെണ്ണയാണ്, 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് കൈ കൊണ്ട് ഞരടി കൊടുക്കണം. ഇതൊരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. തിളപ്പിച്ച് അതിന് ശേഷം ചൂടാറിയിട്ടുള്ള വെള്ളം, അപ്പോഴാണ് അച്ചാർ കേടാവാതിരിക്കുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സദ്യ അച്ചാറാണ്, ഇൻസ്റ്റൻറ്റ് അച്ചാറാണത്. ഒരുപാട് കാലം കേടാവാതിരിക്കുന്ന അച്ചാറല്ല, നമുക്ക് പെട്ടെന്നുള്ള യൂസിന് വേണ്ടി ഉണ്ടാക്കുന്ന സദ്യ അച്ചാർ കേട്ടോ. അത് എപ്പോഴും മനസ്സിൽ വേണം. വീണ ചേച്ചി അത് കേടായി പോകുന്ന എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം, സദ്യ കഴിഞ്ഞ ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ 1 മാസത്തോളമൊക്കെ ഇരുന്നോളും. കാരണം ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം. ഫ്രിഡ്ജിൽ ഇരുന്നാൽ കേടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഒഴിക്കുമ്പോഴേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആദ്യം 1/2 ഗ്ലാസ് ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. ഞാനൊരു 1/4 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. കാരണം സദ്യ അച്ചാറൊക്കെ എപ്പോഴും കണ്ടിട്ടില്ലേ, നല്ല വെള്ളം പോലെയാണ് ഇരിക്കുക. എനിക്ക് അങ്ങനത്തെ അച്ചാറാണ് ഇഷ്ടം. അതേസമയം നിങ്ങൾക്കിപ്പോൾ തിക്കായിട്ടുള്ള അച്ചാർ മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനനുസരിച്ച് വെള്ളം കുറച്ചോളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആഹാ, അടിപൊളിയുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള എരിവാണ്, അത് സ്പോട്ട് ഓൺ ആണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാൻ പോകണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല, കാരണം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഓൾറെഡി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. താളിച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ സദ്യ ചെയ്യുന്ന അവർ ചെയ്യാറില്ല ഈ കടുക് പരിപാടി, പക്ഷെ ഞാനിതിൽ ചെയ്തു എന്ന് മാത്രം. ഈ ആദ്യം കടുക് ഇടുന്നേക്കാളും മുമ്പത്തെ പരിപാടി മാത്രം അവിടെ വരെയാണ് അവർ ചെയ്യാറുള്ളത്. സദ്യ അച്ചാറിൽ കടുക് താളിക്കാറില്ല തൃശ്ശൂർ സൈഡിൽ കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർക്ക് പക്ഷേ അച്ചാറിൽ കടുക് കണ്ടു കഴിഞ്ഞാൽ തൃപ്തിയാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കടുക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വിനീഗർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയുള്ള പരിപാടി നമ്മുടെ സദ്യ സ്റ്റൈൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കരുനാരങ്ങ അച്ചാർ അല്ലെങ്കിൽ വടുകപ്പുളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള പുളി, ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാച്ചാറും. അപ്പോൾ മാങ്ങാച്ചാറും നിങ്ങൾക്ക് സെയിം വേല തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കടുകും കറിവേപ്പിലൊന്നും താളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റെസിപ്പിയാവും. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ. കുട്ടമാമൻ അടിച്ചഴിച്ചിട്ട് പോയാ കുഞ്ഞുങ്ങളെ കാണാഞ്ഞിട്ടാ? ചെറുതുങ്ങളവിടെ പോയി? Yeah.
അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോണ കാര്യമില്ല, അത് കഴിഞ്ഞ് കുട്ടമാൻ വളർത്തിക്കളാൻ പറഞ്ഞിട്ടുണ്ട്. ഓടിപ്പിക്കണോ ഇങ്ങനെ പാല് കുടിക്കാൻ വേണ്ടി. എന്താ